ചോറിനും ചപ്പാത്തിക്കും ഒരേപോലെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു പച്ചമുളക് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് എന്തായാലും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, ഉള്ളിയും കാണും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പം നല്ലൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ കമൻറ്റും ചെയ്യാൻ മറന്നു വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 10-12 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല എരിവുണ്ടെങ്കിൽ ഒരു 5-6 മതിയാവും കേട്ടോ. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ എടുത്തേക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി കുറച്ചേറെ ഇരുന്നോട്ടെ, ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവിൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി നല്ല ടേസ്റ്റ്, നമ്മൾ ഏത് കറിക്കായാലും ചുവന്നുള്ളി കുറച്ച് അധികം ഇടുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. അതൊരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല വലുതായതുകൊണ്ട് 5 ചേർത്തത്, ചെറുതാണെങ്കിൽ 7-8 വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാ പച്ചമുളകും ഇതേപോലെ ഞാൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇടുന്ന മസാലയും പുളിയും ഉപ്പ് എല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി ഇതേപോലെ എല്ലാ പച്ചമുളകും ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. ഒന്ന് വരഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ, കീറിയിട്ട് കൊടുക്കണ്ട. ഇനി കറി വെക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട്, അതായത് നമ്മുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്നല്ല, ആ കളർ പച്ചമുളകിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് കളറൊക്കെ ആയിട്ട് വരത്തില്ലേ, ആ കളർ നടം വരെ ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളകിൻ്റെ നിറമെല്ലാം മാറി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ട് കൊടുത്തിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉഴുന്നെല്ലാം ഈ ബ്രൗൺ ഷെയ്ഡിലിട്ട് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് നിറം വരണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ആ മുഴുവനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ചുവന്നുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് മാത്രം ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്ര വലിപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ടാകും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പം കായപ്പൊടി അല്ലാത്തതുകൊണ്ട് കായം ചെറിയൊരു പീസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒത്തിരി ആവരുത്, കായത്തിൻ്റെ ചുവ വരരുത്. അതുകൊണ്ട് അല്പം മാത്രം, ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ കായ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി അത്രയും നേരം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അത് ഏകദേശം വലിയൊരു നാരങ്ങ വലിപ്പമുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ പുളിയാണ് കേട്ടോ. ഈ പുളി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അധികം ഈ ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മൾ വേറെ വെള്ളവും ചേർക്കുന്നില്ല, പുളിവെള്ളം മാത്രമാണ് ചേർക്കുന്നത്. ഈ പുളിവെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി എല്ലാം വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുളകിലോട്ട് ഈ ഉപ്പും പുളിയെല്ലാം നന്നായിട്ടങ്ങ് പിടിക്കും കേട്ടോ. കുറച്ച് വറ്റിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്നങ്ങ് വറ്റി കിട്ടും. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇപ്പോൾ ചാറിന് വേണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇപ്പോൾ വേറെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇത് സൈഡ് ഡിഷായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. സൈഡിൽ നമുക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടിയുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് കൊഴുത്തിരിക്കണം, അതിന് വേണ്ടിയാണ് ഈ കഞ്ഞിവെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ കറിയൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരത്തിന് വേണ്ടി ഒരു ചെറിയ പീസ് കരിപ്പട്ടി ചേർക്കുന്നുണ്ട്. കരിപ്പട്ടി ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പം ഈ നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അല്പം മധുരം കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കേട്ടോ. അപ്പോൾ ഈ കറി ഇരിക്കും തോറും അങ്ങ് കുറി വരും. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് കുറി വരും. നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റുവത്തിൽ ആയി കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.